പാട്ടും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ സിനിമ റിലീസാണ്. അപ്പോൾ ഒരു 1 ഇയർ എടുത്തിരുന്നു ഈ സിനിമ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഞങ്ങളുടെ ക്രൂവിൻ്റെ താരതമ്യേന ഫ്രഷേഴ്സ് ആയിട്ടൊരു ക്രൂ ആണ്. ക്രൂവിൻ്റെ വളരെ 1 ഇയർത്തെ കഷ്ടപ്പാടാണ്. ആ എഫേർട്ട് നാളെ നിങ്ങൾക്ക് തിയേറ്ററിൽ കാണാൻ കഴിയും. നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ടെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ സെയിം വൈബ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടും. സോ ആ സിനിമ ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും കണ്ണും പൂട്ടി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക. അതൊരു ബിഗ് ഹിറ്റ് ആക്കാനായിട്ട് നന്നായിട്ട് പുഷ് ചെയ്യുക. നമ്മൾ തിയേറ്ററിൽ അടിക്കണം എന്ന രീതിയിലാണ് ആ സിനിമയെ ഞങ്ങൾ അപ്രോച്ച് ചെയ്തത്. അപ്പോൾ ഒരു സാധനത്തിൽ അടിച്ചില്ലെങ്കിൽ അടുത്ത സാധനങ്ങൾ പിടിക്കണം എന്ന് വിചാരിച്ച് അങ്ങനെ പരിപാടികൾ അതിനകത്ത് പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങളെ പ്രൊഡ്യൂസർ സെഞ്ചുറി കൊച്ചുമോൻ സാറ് പടം ഇങ്ങനെ കണ്ടിരുന്നു. അപ്പോൾ സെഞ്ചുറി കൊച്ചുമോൻ സാറ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, സെഞ്ചുറി എന്ന് പറയുന്നത് സെഞ്ചുറി മലയാളത്തിലെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ ഹൗസുകളിൽ ഒന്നാണ്. ഭയങ്കര ലെഗസി ഉള്ളൊരു പ്രൊഡക്ഷൻ ഹൗസാണ്. അപ്പോൾ ദേ സ്റ്റാൻഡ്സ് ഫോർ ഫാമിലി വാല്യൂസ്. അനുബന്ധം, തന്മാത്ര പോലുള്ള വലിയ വലിയ സിനിമകൾ ചെയ്ത പ്രൊഡക്ഷൻ ഹൗസാണ്. അപ്പോൾ ആ ഫാമിലി വാല്യൂസിന് വേണ്ടി നിൽക്കുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് ദാവീദ് പോലത്തെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഫ്രഷറായിട്ടൊരു ഡയറക്ടർ വന്ന് ചെയ്യുന്നു. അതിൽ കുറെ ക്രൂസ് മെമ്പേഴ്സും പുതിയ ആളുകളാവുന്നു. പക്ഷെ പടം കണ്ടു കഴിഞ്ഞപ്പോൾ സെഞ്ചുറിയുടെ ലെഗസി നഷ്ടപ്പെട്ടിട്ടില്ല. ആൻഡ് ദ ഫിലിം സ്റ്റാൻഡ്സ് ഫോർ ഇറ്റ്സ് ഫാമിലി വാല്യൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അത് നിങ്ങൾക്കും നാളെ തിയേറ്ററിൽ അത് പ്രതീക്ഷിക്കാൻ പറ്റും. ദാവീദ് ഇസ് ഇൻ ആൻഡ് ഔട്ട് എ ഫാമിലി എന്റർടൈനർ. ഫാമിലി വരണം, ഫാമിലി വന്ന പടം കാണണം. നിങ്ങൾക്ക് ആ ഫാമിലിക്ക് ആ പടം ഭയങ്കര എൻജോയബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ചോദിക്കും പിള്ളേർ വന്നാൽ വർക്കാവില്ല എന്ന്. അപ്പോൾ അതിന്റെ മറുപടിയും കൊച്ചു സാർ തന്നെ പറഞ്ഞു, പിള്ളേരും വരുന്നത് ഫാമിലിയിൽ നിന്നല്ലേ, അമ്മമാർക്കും വർക്കാവുമെന്ന്. സോ അത് ഭയങ്കര സന്തോഷമായിരുന്നു. ഈ സിനിമയുടെ USP നമുക്ക് ഈ കൂട്ടത്തിലിരിക്കുന്ന എല്ലാവരെയും നിങ്ങൾക്ക് അറിയാം, പേഴ്സണലി അറിയാവുന്നവരുണ്ട്. നമ്മുടെ സിനിമയിലെ തന്നെ ഉള്ള ആളുകളാണ്, മലയാള സിനിമയിലുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ്. നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ഒരാളെന്ന് പറഞ്ഞാൽ മോ ഇസ്മയിൽ. ഈ ദ ക്യാരക്ടർ സൈനുൽ അഹ്മദോവ്. അപ്പോൾ അദ്ദേഹം ഈസ് ആൻ ഈജിപ്ഷ്യൻ അമേരിക്കൻ ആക്ടർ, പ്രൊഡ്യൂസർ. ആൻഡ് വെൻ ഐ എം വർക്കിംഗ് വിത്ത് ഹിം, എന്നെ ഒരുപാട് പുള്ളി ഇൻസ്പയർ ചെയ്തിരുന്നു വിത്ത് ഹിസ് ആക്ടിങ് സ്കിൽസ്. ആൻഡ് മലയാള സിനിമയ്ക്ക് ഈ സിനിമയിലൂടെ അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ കഴിയുന്നു. ആൻഡ് മൈ മോ ഇസ്മൈൽ ആസ് സൈനുൽ അഹ്മദോവ്. Okay, and I think Mo has something to talk to you guys. He is our USP, and please listen to him. Good evening, namaskaram, and assalamu alaikum. Hope everybody's doing great. It's an absolute pleasure and honor to be here with you guys. Thank you guys for coming today, all the press. It's much appreciated that you're covering this incredible film. But before I start, I want to first start everyone from the beginning of this incredible journey, including, of course, Govind. But before that, I want to thank my man all the way to the right corner, Achu, one of the main producers on this film, because he made everything happen. And he reached out to me, and from the second I laid my eyes on the script, honestly, I was amazed that this kind of film was written by Deepu and Govind, who put so much effort, research. They went all around India, talked to so many real athletes, real boxers, to really come up with a story, and then intertwine it and integrate it, and then package the film in a way where it is sold to a general audience, to a family, for an action, however it might be pleased. And then, of course, with Anthony's beautiful presence, this is one of the men that I respect the most on this film, because he went through an insane transformation. And me being an athlete myself and usually maintaining a specific physique, I know how hard it is. So for Anthony to do this with the rest of the production team, it was absolutely phenomenal. And then to work with the cast like Jess, who for me blew my mind. I love her. Every scene was amazing. Lijo was phenomenal. Saiju sir, remember from the first day we connected, and it was just, we knew each other, all of us. So it's been a magical journey. It took us over 3 months to bring this for you guys. It's premiering finally tomorrow, and we're very excited. I'm very happy and honored and humbled to be here. And I hope you guys, and I'm sure actually you will enjoy the film, and I'm looking forward to your reviews. So thank you for having me. Govind sir, you are a legendary director. As you guys know, some of you might know, this is his directorial debut. And I can assure you, he's going to make waves not just out of Kerala, but all the way out of India,
regionally, globally, and internationally, because I will tell you something, sir, I have watched every fight movie since Bruce Lee, since the 1960s. I grew up watching Stallone, Arnold, and everybody. And to see a film like this coming out of Kerala, brought by this beautiful team, for me, I'm telling you, we're taking things to a next level, and I can put my word behind that, and I can also tell you something else. Lastly, me and Pepe, for 11 days straight, were fighting 12 hours a day, punching each other in the face, in the ribs, in the body, everywhere. Everything was performed, of course, professionally and up to task, but I've never seen a man take this many punches and still survive, and I'm happy you also punched me back, but thank you. എനിക്കെന്റെ പേര് മാത്രം മനസ്സിലായില്ല. അപ്പൊ നമ്മുടെ സിനിമ നാളെ റിലീസ് ആവാണ്. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത സിനിമയാണ്. എല്ലാ സിനിമകളുടെ പിന്നിലും ഹാർഡ് വർക്ക് ഉണ്ട്. പക്ഷെ ഈ പടത്തിന് വേണ്ടി ഞങ്ങളൊരു 6 month ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. ബോക്സിംഗ്, അതേപോലെ തന്നെ വർക്കൗട്ട്, ഡയറ്റ്. ഞാൻ ഭയങ്കര ഫുഡി ആയിരുന്നു. അതൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തു. ഇപ്പൊ ഈ പടം ചെയ്തതിനേക്കാൾ ഉപരി എനിക്ക് പേഴ്സണലി എനിക്കിപ്പോൾ ആ ഒരു ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു അങ്ങനത്തെ ഒരു മെന്റാലിറ്റി, ആറ്റിറ്റ്യൂഡ് എനിക്ക് ഈ പടത്തിൽ നിന്ന് കിട്ടി. അതെനിക്കൊരു പേഴ്സണൽ അച്ചീവ്മെന്റ് ആണ് ഈ ദാവീദ് എന്ന് പറഞ്ഞ മൂവി ചെയ്തത്. അപ്പൊ ദാവീദ് എന്ന് പറഞ്ഞ സിനിമയെ പറ്റി എനിക്ക് പറയാനുള്ളത്, ഇതൊരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിനിമയല്ല. ഒരു സാധാരണക്കാരന്റെ സാധാരണ ഒരു മലയാളിയെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അപ്പോൾ എല്ലാവർക്കും കണക്ട് ആവുന്ന ഒരു സ്റ്റോറിയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് എന്റെ പ്രതീക്ഷ. അത്രയും നല്ല രീതിയിൽ നമ്മൾ പണിയെടുത്തിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ള റിസൾട്ട് തിയേറ്ററിൽ വരട്ടെ. അതേപോലെ തന്നെ നാളെ വേറെ 2 സിനിമകൾ റിലീസ് ആവുന്നുണ്ട്. പൈങ്കിളി, അതിനകത്ത് നമ്മുടെ ഫ്രണ്ട്സാണ് വർക്ക് ചെയ്യുന്നത്. സജിൻ എന്റെ കൂട്ടുകാരനാണ്. അതേപോലെ തന്നെ അർജുന്റെ പടം, എന്റെ റൊമാൻസ്. അപ്പൊ എല്ലാ പടങ്ങൾക്കും എല്ലാവിധ ആശംസകളും. ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടട്ടെ. കാരണം ഒരു പടം ചെയ്യുമ്പോൾ അതിനുവേണ്ടി അവരെടുക്കുന്ന എഫേർട്ടും അതൊക്കെ അതായത് നമുക്കത് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ എല്ലാ പടത്തിനും ബെസ്റ്റ് റിസൾട്ട് കിട്ടട്ടെ, ഏറ്റവും അടിപൊളിയാവട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ സ്വന്തം പടം ദാവീദ് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ദാവീദിലേക്ക് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ എത്തിപ്പെട്ടത്. ഒരു സോങ് കട്ടിൽ മാത്രം അഭിനയിക്കേണ്ടിരുന്ന ഞാൻ ഒരു മുഴുനീള കഥാപാത്രം എനിക്ക് കിട്ടി. അപ്പൊ അതിൽ നിന്ന് ഞാൻ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്, ചാൻസ് ചോദിച്ചാൽ നമുക്ക് ചാൻസ് കിട്ടും. ചിലപ്പോൾ 1 പ്രാവശ്യം ചോദിച്ചാൽ കിട്ടൂല, 2 പ്രാവശ്യം ചോദിച്ചാൽ കിട്ടൂല, പക്ഷെ 5-6 പ്രാവശ്യം ചോദിച്ചാൽ ആരെങ്കിലും ഒരാൾ തരണ്ടിരിക്കില്ല, സഹതാപങ്ങളും തോന്നിയിട്ട്. അപ്പൊ അങ്ങനെ ഗോവിന്ദ് ശ്രീനാഥ് രാജേന്ദ്രന്റെ അസോസിയേറ്റ് ആയിരുന്നു തീവണ്ടിയിൽ അദ്ദേഹം ചീഫ് അസോസിയേറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫെല്ലിയുടെ പടമായിരുന്നു. അന്നാണ് ഗോവിന്ദനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. പിന്നെ കൽക്കിയിൽ വീണ്ടും അസോസിയേറ്റ് ആയിരുന്നു, അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ആ ടീമിലെ ഓരോ ആൾക്കാരും, ഇപ്പൊ ദീപു ഒക്കെ കൽക്കിയിൽ വർക്ക് ചെയ്ത ആളാണ്. പിന്നെ സുജിനാണ് നമ്മുടെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ. അദ്ദേഹത്തിനെ പറ്റിയും എടുത്തു പറയേണ്ടതാണ്. നല്ലൊരു ടീമാണ്. അതിൻ്റെ അകത്ത് ഓരോ ആൾക്കാർ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡയറക്ഷനിലേക്ക് വരുന്നു. അവര് പഴയ പരിചയം വെച്ചിട്ടോ സ്നേഹം വെച്ചിട്ടോ ഒക്കെ നമ്മളെ കാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മോയിന്റെ വോയിസ് കേട്ടപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഞെട്ടിയില്ലേ? ഇതേപോലെയായിരുന്നു ക്യാരവനിൽ ഞാൻ ഇരിക്കുമ്പോഴത്തേക്കും ഡോർ ആരോ തുറന്നു. അപ്പൊ പെട്ടെന്ന് മോയിന്റെ വോയിസ് കേട്ടു. ഞാൻ പറഞ്ഞത് ആരാണ്? ഭയങ്കര രസമുള്ള വോയിസ്, എന്ത് രസമാണ്. അത് കഴിഞ്ഞപ്പോഴാണ് ബ്ലേസറൊക്കെ ഇട്ടിട്ട് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഇദ്ദേഹമായിട്ട് എനിക്ക് അഭിനയിക്കാൻ പറ്റിയത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഷോട്ട് നമ്മളൊരു കോളനിയിലാണ് ഷൂട്ട് ചെയ്തത്. ആഷിഖ് അബു, ദ മാൻ ഹു നെവർ ഫിഞ്ച്, ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഡയലോഗ്. ഞാൻ പറഞ്ഞ പത്രം ഒത്തില്ല, പക്ഷെ പുള്ളി അത് അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. തിയേറ്ററിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ പോകുന്ന ഒരു പേഴ്സണാലിറ്റി, അതുപോലെ തന്നെ ഒരു ഭയങ്കര വോയിസിന്റെ ഉടമയാണ് മോ. ആന്റണി ആയിട്ട് ആദ്യമായിട്ട് എനിക്കൊരു സിനിമ ചെയ്യാൻ പറ്റി. അതിന്റെ ഒരുപാട് സന്തോഷത്തിലാണ് ഞാൻ. മിക്കവാറും ഇവിടുത്തെ ലീഡ് ഹീറോസ് എല്ലാവരെയും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ആന്റണി മാത്രമായിരുന്നു അങ്ങനെ 3-4 പേരിലും മിച്ചമുണ്ടായിരുന്നു. പക്ഷെ ആന്റണി ആയിട്ടും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. ഞാൻ ഈ മേപ്പടിയൻ ചെയ്യുന്ന സമയത്ത് ഉണ്ണിമൂന്നിനെ അതുവരെ നമ്മൾ 6 പാക്കും നല്ല ബോഡിയൊക്കെ ആയിട്ടാണ് കണ്ടിരിക്കുന്നത്. മേപ്പടിയും കണ്ടപ്പോഴത്തേക്കും ആദ്യമായിട്ട് എനിക്ക് ഉണ്ണിയോട് ഭയങ്കര ഇഷ്ടം തോന്നി. കാരണം എന്റെ ബോഡി പോലത്തെ ഒരു ബോഡിയൊക്കെ ആയിരുന്നു, കുറച്ച് വയറൊക്കെ ചാടി. അങ്ങനെ RDX കണ്ടപ്പോൾ എനിക്ക് പെപ്പയോട് ഭയങ്കര ഒരു ആത്മാർത്ഥമായിട്ടൊരു സ്നേഹം തോന്നി. കാരണം അദ്ദേഹത്തിന്റെ ബോഡി എന്റെ ബോഡി പോലെയൊക്കെ ചെറുതായിട്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോഴത്തേക്കും ഇദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഒരു അസൂയാണ് തോന്നിയത്. എന്ന് വെച്ചാൽ അദ്ദേഹം അത്രയും ട്രാൻസ്ഫോം ചെയ്തു ഈ കഥാപാത്രത്തിന് വേണ്ടി.
ഹാറ്റ്സ് ഓഫ് ടു പെപ്പെ. പിന്നെ നമ്മുടെ സെഞ്ചുറി ഫിലിംസ് ആണ് ഇത് വൺ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ്. പിന്നെ ഷിബു ചേട്ടൻ്റെ ബാനർ, ഷിബു ചേട്ടൻ്റെ മകനാണ് അച്ചു. ഒരു വളരെ നല്ലൊരു ടീമായിരുന്നു. പനോരമ സ്റ്റുഡിയോസ്, ടോം, എബി, ഇവരൊക്കെ ഇതിന്റെ നിർമ്മാണ പങ്കാളികളാണ്. അജുവായിട്ട് എനിക്കറിയില്ല എത്രാമത്തെ പടമാണ്. അജുവായിട്ട് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട പേര് ജസ് കുക്കു, ആന്റണിയുടെ മകളായിട്ടാണ് അഭിനയിക്കുന്നത്. എനിക്ക് കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ജസ് കുക്കുമായിട്ട് അഭിനയിക്കുന്നത്. ഭയങ്കര സ്പോണ്ടേനിയസ് ആണ്. ഇവർ എടുത്തു പറയേണ്ട കാര്യമില്ല. കുട്ടികൾ ഭയങ്കര സ്പോണ്ടേനിയസ് ആണ്. ഭയങ്കര പേടിച്ചിട്ട് വേണം ഇവരുമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും. അപ്പൊ അങ്ങനെ ഒരുപാട് വിളിച്ചു കിട്ടുന്നില്ല. അപ്പം ഇതാണ്. അപ്പൊ ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങളിൽ എത്ര പേർക്ക് സിനിമയിൽ വരാൻ ആഗ്രഹമുണ്ട്? ഇപ്പൊ മീഡിയയിലാണ്, മീഡിയയിൽ എല്ലാവരും ഭയങ്കര പ്രഗത്ഭരാണ്. സിനിമയിലോ മീഡിയയിലോ എവിടെയായാലും ചാൻസ് ചോദിക്കുക. ചാൻസ് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചാൻസ് കിട്ടും. അവിടെ നിന്ന് പിടിച്ചു കയറുക. ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് തോന്നുന്നത് ഞാനൊരു 2 ആഴ്ച മുമ്പ് നിങ്ങളെ എല്ലാവരെയും ഒന്ന് കണ്ടതാണ് പൊന്മാന്റെ പ്രസ് മീറ്റിന്റെ സമയത്ത്. അപ്പൊ വീണ്ടും ഇപ്പൊ ദാവിദിന്റെ ടീമിന്റെ കൂടെ വന്നിരിക്കുകയാണ്. ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ട് ഈ സിനിമയെ കുറിച്ച്. നമ്മൾ പെപ്പെ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് എന്തായാലും പടത്തിൽ അടി കാണും എന്നുള്ളൊരു തോട്ട് എന്തായാലും എല്ലാവർക്കും ഉണ്ടാകും. പക്ഷെ ഇതില് എന്നെ ഏറ്റവും ആകർഷിച്ച ഒരു ഘടകം എന്ന് പറയുന്നത് ഇതിന്റെ ഫാമിലി ഇമോഷനാണ്. ഒരുപാട് വലിയ അല്ലെങ്കിൽ ത്രൂ ഔട്ട് ഉണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഉള്ള മൊമെന്റ്സ്, ഫാമിലി ഇമോഷൻസ്, അത് ഭയങ്കര രസമായിട്ട് എഴുതിയിട്ടുണ്ട് ദീപു. അതേപോലെ എൻ്റെ അടുത്ത് ഗോവിന്ദ് വന്ന് കഥ പറഞ്ഞപ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അടിയേക്കാൾ അല്ലെങ്കിൽ ഈ ബോക്സിംഗ് എന്ന് പറയുന്ന എലമെന്റിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ പറയുന്ന ഫാമിലി എലമെന്റ്സ് ആണ്. അത് വളരെ നല്ല രീതിക്ക് തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഗോവിന്ദ് ആണെങ്കിലും ദീപു ആണെങ്കിലും ടെൻഷനിലാണ്, എന്നാലും കോൺഫിഡന്റ് ആണ്. നന്നായിട്ട് തന്നെ അവരുദ്ദേശിച്ച പോലെ തന്നെ പടം വന്നിട്ടുണ്ട് എന്നുള്ളതിൽ. അതേപോലെ ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ ആന്റണി ഇതിനു വേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ എല്ലാത്തിന്റെയും റിസൾട്ട് എന്തായാലും ഈ പടം ഇറങ്ങുമ്പോൾ, പടം കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഞങ്ങള്. അതേപോലെ ആദ്യമായിട്ടാണ് ഇത്, ഫസ്റ്റ് പടമാണ് മോയുടെ. അപ്പൊ അത് വളരെ ഗംഭീരമായിട്ട് ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതേപോലെ എന്റെ മോള് ജസ്, ഞങ്ങൾ 2ാമത്തെ തവണ ഇതിനു മുമ്പ് ഒരു സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ജസ്സിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. ജസ് ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ കിടിലൻ ആക്ടറാണ്. പിന്നെ സൈചേട്ടൻ്റെ കൂടെ എനിക്ക് വളരെ കുറച്ച് കോമ്പിനേഷൻസ് ചെയ്തു, പക്ഷെ ഉള്ളതൊക്കെ ഭയങ്കര രസമുള്ള കോമ്പിനേഷൻ സീൻസ് ആണ്. എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് പ്രതീക്ഷ. അപ്പൊ എല്ലാവരും എന്തായാലും തിയേറ്ററിൽ പോയി സിനിമ കാണുക. ഇതൊരു ആക്ഷൻ പടം എന്നല്ല അല്ലേ, ഒരു കംപ്ലീറ്റ് ഒരു എന്റർടൈനർ ആണ്, ഒരു ഫാമിലി സ്പോർട്സ് ഡ്രാമ ആണ്. അപ്പൊ എല്ലാവർക്കും എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റും. എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. ഇപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇതിലോട്ട് നീ ആഡ് ചെയ്യാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഗോവിന്ദിന്റെ ക്ലാരിറ്റി തീർച്ചയായിട്ടും വിസ്മയിപ്പിക്കുന്നതായിരുന്നു. എന്ത് കഥാപാത്രമാണെങ്കിലും അവരൊക്കെ എന്താണ് തൻ്റെ സിനിമയിൽ ചെയ്യേണ്ടതെന്ന് സംവിധായകൻ എന്നുള്ള നിലയിൽ, അതും ആദ്യ സിനിമ സംവിധാനം ചെയ്യുന്ന വ്യക്തിയുള്ള നിലയിൽ ഗോവിന്ദിന്റെ ആ ക്ലാരിറ്റി ഈ സിനിമയുടെ എല്ലാ മേഖലയിലും 100% ആത്മാർത്ഥമായിട്ട് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നാളെ ഓൺ സ്ക്രീനിൽ റിഫ്ലക്ട് ചെയ്യും. അച്ചുവിനും കുച്ചുവൻ സാറിനും ആന്റണിക്കും മോനും ലിജോയ്ക്കും സൈചേട്ടനും ജസ്സിനും ദീപുവിനും ഞാൻ കുറച്ചേ ഉള്ളൂ സിനിമയിൽ, അതുകൊണ്ട് ഞാൻ അതിൽ ഇന്ററാക്ട് ചെയ്തിട്ടില്ല ടീമായിട്ട്. ഞാൻ ഗോവിന്ദിനോടും ദീപുവിനോടും സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു. ഇങ്ങനെ ഒരു റോള് തന്നതിന്. ഒരു മണ്ടൻ ബിസിനസ്സുകാരൻ്റെ അത് കുറെ കാലമായി ഒരു മണ്ട വേഷം തന്നിട്ട് അത് ഐ ആം വെരി ഹാപ്പി. നാളെ എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പുണ്ട്, സ്ക്രീനിൽ തീ പാറാൻ സാധ്യതയുണ്ട് ഇവരുടെ ഇടയിൽ. അത്ര ഇടി രണ്ടുപേരും വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. താങ്ക് യു. അപ്പൊ എല്ലാവർക്കും അറിയാലോ, ദാവീദ് നാളെ ഇറങ്ങാൻ പോവാണ്. അപ്പൊ എല്ലാവരും മൂവി കാണാൻ
കടം വാങ്ങിച്ചിട്ടാണെങ്കിലും പൈസ ഇല്ലെങ്കിലും എന്തെങ്കിലും പോയി കാണണം, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് വിടൂല. താങ്ക് യു. പറയാനുള്ളത് ആദ്യം ഗോവിന്ദിനോടാണ്. ഗോവിന്ദ് ഒരു 2 years മുന്നെയാണ് ഈ സ്ക്രിപ്റ്റുമായിട്ട് വരുന്നത്. അപ്പം അത് കേട്ട ഉടനെ തന്നെ ഗോവിന്ദ് ആക്ച്വലി വേറൊരു കഥ പറയാനായിരുന്നു വന്നത്. അപ്പൊ അത് കൊള്ളാം, വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഗോവിന്ദ് പറഞ്ഞു ഒരെണ്ണം ഉണ്ട്, ഇച്ചിരി കൂടെ ഒരു വലുപ്പമുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പൊ ഞാൻ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. കേട്ട ഉടനെ ഞാൻ പറഞ്ഞു നമുക്കതല്ല, ഇതാണ് ആദ്യം ചെയ്യേണ്ടത്, ഇത് നമുക്ക് ഉടനെ തന്നെ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പൊ ഗോവിന്ദിന്റെ ആ സ്വപ്നത്തിന്റെ കൂടെ നിൽക്കാൻ പറ്റിയതിൽ ഭയങ്കരമായ സന്തോഷമുണ്ട്. പിന്നെ ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയേണ്ട ആന്റണിയോടാണ്. പുള്ളി ഇതിനെ കഷ്ടപ്പെട്ടത് നേരിട്ട് കൂടെ നിന്ന് കണ്ട് അനുഭവിച്ച ഒരാളാണ് ഞാൻ. പുള്ളിയുടെ ഈ എഫേർട്ട് എടുത്തിട്ടാണെങ്കിൽ സിനിമ ഒരിക്കലും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പുള്ളി ഒരു സാധാരണ ഒരു ആർട്ടിസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടി ഒത്തിരി ഇതിന്റെ കൂടെ നിന്നു. ഒരു 3 months മൂവിക്ക് മുന്നേ തന്നെ 3 months ഇതിന്റെ പ്രിപ്പറേഷൻ തുടങ്ങേണ്ട വന്നു. പുള്ളി ഓരോ ദിവസവും ബാക്കി ഇതിന്റെ ബോക്സിങ്ങും ഡയറ്റും വർക്കൗട്ടും എല്ലാത്തിന്റെയും കൂടെ പുള്ളി അതിന്റെ മേലെ അഭിനയിക്കേണ്ടതുണ്ടായിരുന്നു. പുള്ളിക്ക് ടൈം ഇല്ലായിരുന്നു. പുള്ളിക്ക് ആക്ച്വലി ടൈം ഇല്ല, ഒന്നും ചെയ്യാൻ പേഴ്സണൽ കാര്യങ്ങൾക്കൊന്നും ടൈം ഇല്ലാതെ ഓടി നടക്കുന്നത് ഞാൻ കണ്ടു. ഇത്ര എഫേർട്ട് എടുത്തതിന് ആന്റണി ശരിക്കും താങ്ക് യു. അതേപോലെ തന്നെ ഇസ്മായിൽ, ഞാൻ ഇതിനു മുന്നേ നിമിത്തങ്ങളിലൊന്നും വലിയ വിശ്വസിക്കാത്ത ഒരാളായിരുന്നു. പക്ഷെ ഈ സിനിമയിൽ ഒത്തിരി പേര് കറക്റ്റായിട്ട് ചേരേണ്ട ആൾക്കാർ വന്നു എന്നുള്ളതാണ്. ഒരു എന്താ പറയാ, സിനിമയുടെ ഒരു ഓൾമോസ്റ്റ് ഒരു വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഷൂട്ടിന് തൊട്ട് മുന്നെയാണ് മോനെ നമുക്ക് ഈ സിനിമയിലേക്ക് കിട്ടിയത്. പക്ഷെ കിട്ടിക്കഴിഞ്ഞ് അല്ലാതെ വേറൊരാളെ എനിക്ക് ഈ ക്യാരക്ടറിനെ സങ്കല്പിക്കാൻ പറ്റുന്നില്ല. അപ്പൊ സ്പെഷ്യൽ താങ്ക്സ് ടു മോ. അതേപോലെ തന്നെ സവിചേട്ടനും ഈ പറഞ്ഞ പോലെ ഒരു ലാസ്റ്റ് ഒരു ക്രിട്ടിക്കൽ ഒരു സമയത്താണ് സവിചേട്ടൻ വന്നത്. അജുചേട്ടനും കുട്ടേട്ടനെ വിളിക്കാം. പക്ഷെ കുട്ടേട്ടന്റെ ഇപ്പം അടുത്ത് കാണുന്ന ക്യാരക്ടേഴ്സിനോട് തന്നെ ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണിത് എന്നാണ് എന്റെ വിശ്വാസം. പുള്ളി ഒരു ആർട്ടിസ്റ്റിനെ ആദ്യമായിട്ടാണ് ഞാൻ പുള്ളിയായിട്ട് വർക്ക് ചെയ്യുന്നത്. പുള്ളി അഭിനയിക്കുന്നത് കണ്ട് പലപ്പോഴും ഞെട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ലിജോയും അമേസിംഗ് പെർഫോമൻസ് ആണ്. ലിജോ വന്നപ്പോൾ പുള്ളിക്കാരത്തി എന്ത് ഈസായിട്ടാണ് ഓരോ ക്യാരക്ടേഴ്സ് ഹാൻഡിൽ ചെയ്യുന്നത്. വളരെ സ്ട്രോങ് ഒരു ക്യാരക്ടറാണ് ലിജോ ചെയ്തേക്കുന്നില്ല. അപ്പം അത്രയൊക്കെ എനിക്കും പറയാനുള്ളൂ. എല്ലാവരും ഇതിന് മാക്സിമം സപ്പോർട്ട് ചെയ്ത സപ്പോർട്ടിന് താങ്ക്സ്. ഈ സിനിമയുടെ കൂടെ നിൽക്കുക. ഒത്തിരി ഫ്രഷേഴ്സിന്റെ ഒരു ഓണസ്റ്റ് അറ്റംപ്റ്റ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. പറയുള്ളൂ. താങ്ക് യു. അങ്ങനെ വലുതായിട്ട് തള്ളാൻ പറ്റുന്നില്ല. പക്ഷേ ഇതൊരു ചെറിയ സൂപ്പർ മാർക്കറ്റാണ്. നിങ്ങൾക്ക് ഒരു കൊച്ചു ലുലു ആണ് ദാവീദ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇത് എടുക്കാം. അത് ഇമോഷനുണ്ട്, ഫൈറ്റ് ഉണ്ട്, നല്ല ഒരു ഫാമിലി എന്റർടൈനർ. നിങ്ങൾ തിയേറ്ററിൽ കൊടുക്കുന്ന കാശ് കൃത്യമായിട്ട് മുതലാവുന്ന ഒരു സിനിമയായിരിക്കും. നിങ്ങൾക്ക് ഈ പടം കണ്ടിട്ട് ഒരിക്കലും അയ്യോ ഇത്രയും സമയവും കാശും വേസ്റ്റ് ആയല്ലോ എന്ന് തോന്നത്തില്ല. ഇതിൽ നന്നായിട്ട് തള്ളാമായിരുന്നു. എനിക്ക് പറ്റുന്നില്ല കേട്ടോ. നെഞ്ചെടുപ്പ് ചെവി കേൾക്കുന്നുണ്ട്, കുറച്ച് ടെൻഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം. എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണണം. ഓക്കെ. ഇതിന്റെ മറുപടി കുട്ടേട്ടൻ പറഞ്ഞിരുന്നു. പ്രണയത്തിൽ സംഘർഷമുണ്ട്. നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത് സംഘർഷഭരിതമായ ഒരു കൊച്ചു കുടുംബ ചിത്രം വാലന്റൈൻസ് ഡേക്ക്. അതാണ് ആ ദിവസം തന്നെ തിരഞ്ഞെടുത്തത്. കളക്ഷൻ കൂടാൻ വളരെ സ്പെഷ്യൽ. ഡയറക്ടറെ സംബന്ധിച്ച് ഫസ്റ്റ് വളരെ സ്പെഷ്യലാണ് സ്ക്രീൻ കാണുന്നതാണ്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനത്തെ ദിവസം ക്രൂഷ്യലായിട്ട് ടെൻഷൻ ഉണ്ടോ? ടെൻഷനില്ല. കപ്പിൾസ് വന്നാൽ കപ്പിൾസിന് ഇഷ്ടപ്പെടും, സിംഗിൾസ് വന്നാൽ സിംഗിൾസിന് ഇഷ്ടപ്പെടും. അതുകൊണ്ട് അതിൽ ഭയങ്കര കോൺഫിഡന്റ് ആണ്. റൊമാൻറ്റിക് പടം കപ്പിൾസ് പോയില്ലേ, സിംഗിൾസ് വരട്ടെ ഫസ്റ്റ് ചോയ്സ് ആയിട്ട്. അപ്പൊ അവർക്കും ഭയങ്കര രസമായിരിക്കും. അത് സിംഗിൾസ് ആയിട്ട് കൂടുതൽ അടിപൊളിയാണ്. നോർമലി ഒരു ആക്ഷൻ ആക്ടർ എന്നുള്ള ലെവലിലോട്ട് എത്തിയിരിക്കുന്നത്. ആക്ഷൻ മലയാളത്തിലൊരു ആക്ഷൻ ആക്ടർ ഉണ്ടെങ്കിൽ അതിപ്പോ ആന്റണി പെപ്പയാണ് മനസ്സിൽ വരുന്നത്. അത് മലയാളികൾക്ക് മനസ്സിൽ വരുന്ന മുഖമാണ് താങ്കളുടേത്. അപ്പം ഈ ഒരു ക്യാരക്ടർ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ബോഡി എന്ന് പറഞ്ഞാൽ വളരെ പ്രഷ്യസ് ആണ്. അപ്പോൾ ഇങ്ങനെ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആക്സിഡന്റ് ഉണ്ടായി, കുറച്ച് വിഷയമായിരുന്നു കേട്ടാലും. എത്രത്തോളം എഫേർട്ട് ഉണ്ട് വരുന്നുണ്ട് ക്യാരക്ടറായി ചെയ്യാനായിട്ട്? അല്ലെങ്കിൽ ഇത് എപ്പോഴെങ്കിലും എനിക്ക് തന്നെ പണിയായി വരും എന്ന് തോന്നിയിട്ടുണ്ടോ? ഓവറാകുന്നുണ്ടോ? ഇല്ല, നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് കഷ്ടപ്പാടുണ്ടാവും ഉറപ്പായിട്ടും. മെന്റലി ഫിസിക്കലി സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഫൈനലി നമ്മുടെ സിനിമയ്ക്ക് വേണ്ടിയല്ലേ നമ്മൾ ചെയ്യണത്. അപ്പൊ
നമ്മൾ അത്രയും ഇഷ്ടപ്പെട്ട് തന്നെയാണ് ചെയ്യണത്. അപ്പൊ അതിനകത്ത് വേറെ സംഭവങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല. ഫൈനലി സിനിമ നന്നാവുക, അതിനുവേണ്ടി എന്തൊക്കെ മെന്റലി ഫിസിക്കലി നമുക്ക് എന്തൊക്കെ എഫേർട്ട് എടുക്കാൻ പറ്റും അത്ര എഫേർട്ട് എടുക്കുക. പിന്നെ ഡയറക്ടർ പറഞ്ഞ മാതിരി മാക്സിമം നന്നായിട്ട് ചെയ്യാൻ നോക്കുക. ഇതൊക്കെയാണ് ഞാൻ നോക്കാറ്. ഒരിക്കലുമില്ല. അത് ഇപ്പൊ ഞാൻ അങ്ങനെ ആയിപ്പോയതാണ് ബ്രോ, അല്ലാതെ ഞാൻ പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ ആക്ഷൻ സിനിമകളുടെ ഭാഗമായത്. എനിക്ക് വന്ന പരിപാടികളൊക്കെ അങ്ങനെ ആയിപ്പോയതാണ്. ഞാൻ പണ്ട് ചെയ്ത ഷോർട്ട് ഫിലിംസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഭയങ്കര കോളേജിൽ ഇങ്ങനെ ഒലിപ്പിച്ച് കിടക്കുന്ന പയ്യൻ, അങ്ങനത്തെ കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള പരിപാടികളൊക്കെ ഞാൻ ചെയ്തേക്കുന്നത്. പക്ഷെ സിനിമയിൽ വന്നപ്പോൾ അങ്ങനെ ആയതാണ്. ഒരിക്കലും അങ്ങനെ ഒരു ആക്ഷൻ സിനിമകൾ മാത്രം ചെയ്യണമെന്നല്ല. എനിക്ക് എല്ലാ ടൈപ്പ് റോംകോം അല്ലെങ്കിൽ ത്രില്ലേഴ്സ് അല്ലെങ്കിൽ റൊമാൻറ്റിക് സിനിമകൾ, കോമഡി സിനിമകൾ, അങ്ങനത്തെ സിനിമകളെല്ലാം ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പിന്നെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള സിനിമകളുണ്ടല്ലോ, ഇപ്പൊ ജാക്കി ചാൻ്റെ സിനിമകൾ പോലത്തെ. അതിനകത്ത് ആക്ഷനും ഉണ്ടാവും, എന്നാൽ കോമഡി ഉണ്ടാവും, എല്ലാം കൂടിയുള്ള മിക്സ് ചെയ്തിട്ടുള്ള സിനിമ. ഇങ്ങനെ എല്ലാ സിനിമയുടെയും ഭാഗമാവണമെന്നാണ് എന്റെ ആഗ്രഹം. അങ്ങനെയല്ല എടാ, അല്ല മീഡിയക്കാരായിട്ടുള്ള മീഡിയല്ല. കോമ്പിനേഷൻ വേറെ നല്ല സ്വീറ്റ് കോമ്പിനേഷൻസ് ആണ്. അവിടെ തല്ലും പിടുത്തവും ഇല്ല. ആന്റണിയോട് ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന് അങ്കമാലി ഡയറീസ് തൊട്ട് അദ്ദേഹത്തിന്റെ സിനിമകൾ കൊണ്ടല് വരെ കണ്ട് വളരെ ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ്. ഇദ്ദേഹം എടുക്കുന്ന എഫേർട്ട് ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്നതാണ്. ഒരിക്കലും എന്നെ കൊണ്ടൊന്നും ആലോചിക്കാൻ പോലും പറ്റാത്തത്ര എഫേർട്ടാണ് ആന്റണിയൊക്കെ എടുക്കുന്നത്. അപ്പം ആ എഫേർട്ട് തീർച്ചയായിട്ടും നാളെ സ്ക്രീനിൽ നല്ല പത്തരമായിട്ട് തിളക്കത്തിലുണ്ടാവും. നേരത്തെ ആന്റണി നിർത്തിവെച്ചൊരു സ്ഥലത്ത് ഞാൻ കണ്ടിന്യൂ ആണ്. അപ്പം നേരത്തെ ആന്റണി പറഞ്ഞു, ഇപ്പം ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സിലൂടെ അദ്ദേഹം തിരിച്ച് അച്ചീവ് ചെയ്തേക്കുന്ന ആക്ച്വൽ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഉള്ളൊരു മെൻറ്റാലിറ്റി അച്ചു വഴിയും ഗോവിന്ദ് വഴിയും കിട്ടി. അപ്പം അച്ഛനോടും ഗോവിന്ദിനോടുമാണ് ആന്റണിയെ അങ്ങനെ ഒരു മെൻറ്റാലിറ്റി കൊടുത്ത പോലെ ഒരു മെൻറ്റാലിറ്റി ആക്കുമോ? അപ്പോൾ അത് നാളെ എന്താണെങ്കിലും കാണാം. സോ ഇറ്റ് വാസ് എന്താ പറയുക, പ്ലഷർ അങ്ങനെ തന്നെ പറയണം ഇയാളോട് വർക്ക് ചെയ്യാൻ. അത്ര കാത്തിരുന്ന് തന്നെയായിട്ടാണ് കിട്ടിയത്. തീ പാറട്ടെ, പാറും, ഇടി കൊണ്ടപ്പോൾ തീ പാറുമല്ലോ. ഞാൻ കുറച്ച് സീനുകളേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഒരു ബേസിക് ത്രെഡിന്റെ അതിന്റെ ഒരു ക്ലൈമാക്സും ഞാൻ കണ്ടു. ഇവരുടെ എഫേർട്ട് എടുക്കുന്നത് ഞാൻ ഡബ് സ്റ്റുഡിയോ പോയപ്പോൾ കുറച്ച് സീനുകൾ കണ്ടു. ഇതൊക്കെ എനിക്ക് ടിക്കറ്റ് എടുക്കാൻ നാച്ചുറലി തോന്നിപ്പിക്കുന്ന ഘടകങ്ങളാണ് എന്നെ കാണാൻ. അപ്പം നാച്ചുറലി എന്നെ പോലത്തെ കുറച്ചധികം ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്കൊക്കെ തോന്നും. അപ്പൊ ഈ കൂടെ ഇറങ്ങുന്ന 2 പടങ്ങൾ പറഞ്ഞു. അപ്പം ഈ പ്രൊമോഷൻ ലെവലിൽ നോക്കിയാൽ തന്നെ പൊതുദൂരം മുന്നിലാണ്. നിങ്ങളുടെ ഈ ദാവീദിനെക്കാട്ടും പൊതുദൂരം മുന്നിലാണ് റൊമാൻസും അല്ലെങ്കിൽ ഭയങ്കര അവർ ഒരുപാട് കോളേജ് വിസിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ പെപ്പയുടെ ശരിക്കും കണ്ടന്റിൽ കോൺഫിഡന്റ് ആയിട്ടാണോ അതോ കണ്ടന്റ് ഇറങ്ങിയതിനു ശേഷം പ്രൊമോഷനിലേക്ക് പോവാ എന്നുള്ളത് തീരുമാനിച്ചിട്ടാണോ ഇങ്ങനെ ചെയ്തത്? അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. നമ്മള് അത്യാവശ്യം പ്രൊമോഷൻസ് പരിപാടികളൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ചിലപ്പോ കാണാത്തോണ്ടായിരിക്കും കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ സമയം കിട്ടുന്ന എടുത്തത് കാണും. ഇപ്പം ഉണ്ണിമൂന്തൻ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഒരു ആക്ഷൻ പടത്തിന്, അതായത് ഉണ്ണിമൂന്തൻ തന്നെ ഈ മാർക്കോയ്ക്ക് വേണ്ട രീതിയിൽ മാർക്കറ്റിംഗ് ഒന്നും ചെയ്തില്ല. കാരണം ഒരു ആക്ഷൻ പടത്തിന് അത്രത്തോളം മാർക്കറ്റിംഗ് ചെയ്യാതെ തന്നെ ഒരു വൈഡ് ഓഡിയൻസിലേക്ക് എത്താനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അത്തരത്തിൽ ദാവീദും അത്തരത്തിലൊരു വൈഡർ ഓഡിയൻസിലേക്ക് റീച്ച് ആവുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്, നല്ല പ്രതീക്ഷയുണ്ട്. പിന്നെ ഇതൊരു പക്ക ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു വയലൻസ് അല്ലെങ്കിൽ ഒരു പക്ക ഇടിപ്പടമല്ല ദാവീദ്. ദാവീദ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഭയങ്കര ഒരു ഫാമിലി എന്റർടൈനർ പ്ലസ് ബോക്സിംഗ് അല്ലെങ്കിൽ സ്പോർട്സ് മൂവി, അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു സിനിമയാണ്. അങ്ങനത്തെ ഒരു സിനിമ ഇറങ്ങിയിട്ട് കുറച്ച് നാളായി, നമ്മുടെ കേരളത്തിൽ ഇറങ്ങിയിട്ട് കുറച്ച് നാളായി. അപ്പൊ അതിലാണ്, ഈ സ്ക്രിപ്റ്റിലാണ് എനിക്ക് ഉള്ള കോൺഫിഡൻസ്. അവർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ മേക്ക് ചെയ്തെന്നാണ് എൻ്റെ പ്രതീക്ഷ പോലെ സംഭവിക്കട്ടെ, നല്ലൊരു സിനിമയാവട്ടെ. ഫസ്റ്റ് പടം തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ആക്ഷൻ നന്നായിട്ട് ചെയ്യാൻ കഴിയുമെന്ന് പ്രൂവ് ചെയ്ത ആളാണ്. അതിനുശേഷം ഒരുപാട് ആക്ഷൻ സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ സിനിമകൾ ഓരോ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ആൾ ഈ ദാവീദിലേക്ക് വരുമ്പോൾ അത് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്?
ദാവീദിലേക്ക് വരുമ്പോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള പടങ്ങളിലെല്ലാം ആക്ഷന്റെ ഇത് എടുക്കുകയാണെങ്കിൽ നാടൻ തല്ലും പരിപാടികളൊക്കെ ആയിരുന്നു. ആകെ ഇത്തിരി വ്യത്യാസം ഉണ്ടായിരുന്നത് RDXലാണ്. പക്ഷെ അതും എനിക്ക് മര്യാദയ്ക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല, ഒരു ചെറിയ ആക്സിഡന്റ് പറ്റിയായിരുന്നു. അപ്പൊ ഇതിനകത്തേക്ക് വന്നപ്പോ ബോക്സിംഗ് ആണ്. ബോക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായ റൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് വെറുതെ വന്നിട്ട് ചറവറ അടിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ ആ ബോക്സിംഗ് അടിപൊളിയായിട്ട് നമ്മൾ പക്ക ആ ഒരു പ്രൊഫഷണൽ രീതിയിൽ തന്നെ ചെയ്യാനായിട്ടുള്ള അതായിരുന്നു ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ബാക്കിയുള്ള ഫൈറ്റിന്റെ ടൈമിങ് നമുക്ക് ഇത്രയും പടങ്ങൾ ചെയ്തുകൊണ്ട് കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഏത് കോമ്പിനേഷൻ തന്നാലും ചെയ്യാവുന്ന രീതിയിൽ നമ്മുടെ കോച്ചായിട്ടുള്ള ജിതിൻ ചേട്ടനും ടിൻസൺ ബായും ചേർന്ന് നമ്മളെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കൊരു കൊറിയോഗ്രാഫി വന്നു കഴിയുമ്പോൾ അത്യാവശ്യം നല്ല സ്പീഡിലൊക്കെ ചെയ്യാൻ പറ്റണ്ടായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബോക്സിംഗ് പടമാണ് സർപ്പാട്ട പരമ്പര. അപ്പോൾ തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ഉണ്ടാവുമല്ലോ. ഞാനത് കണ്ടിട്ടായിരിക്കില്ല വിജയിക്കുന്നത്. പ്യുവർ റെഫറൻസ് പിടിക്കാൻ പറ്റൂല്ലോ, കാരണം എല്ലാവരും കോമൺലി കണ്ടിട്ടുണ്ട്, കുറച്ച് ട്വീക്ക് ചെയ്തിട്ടുണ്ട്. എന്നാലും അതിന്റെ കോൺസെപ്റ്റ് ഓഫ് ദാവീദ് ഐഡിയ ഈസ് ജെനുവിൻ. ദാവീദിന്റെ ഐഡിയ ഭയങ്കര ഫ്രഷ് ആയിരുന്നു. അതാണ് എനിക്കും ഞങ്ങൾക്കൊക്കെ പ്രൊഡ്യൂസേഴ്സിനെയൊക്കെ കിട്ടിയത്. അപ്പൊ ആ ഐഡിയ ഭയങ്കര ഫ്രഷ് ആണ്. പിന്നെ അതിലേക്ക് ഒരു കഥ പറഞ്ഞു വരുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ റെഫറൻസുകൾ, ഒരുപാട് റെഫറൻസ് അങ്ങനെ ഇല്ല. കാരണം ആ സിനിമ ഡിഫറെന്റ് തന്നെയാണ് നമ്മളിൽ നിന്ന് പൂർണ്ണമായിട്ടും. ബ്രോ നേരത്തെ ചോദിച്ചൊരു ചോദ്യത്തില് ശരിക്കും ഞങ്ങളുടെ കാരണം ഇവിടെ ഇല്ല, കുട്ടേട്ടൻ. അപ്പൊ കുട്ടേട്ടൻ ഇതിൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം കോഴിക്കോടുള്ള പൂളാടിക്കുന്ന് എന്ന് പറഞ്ഞൊരു വില്ലേജ്, സ്പോർട്ട് ബോക്സിംഗ് വില്ലേജ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്, പൂളാടിക്കുന്ന്. ഞാൻ ഇത് റിസർച്ച് ചെയ്യുന്ന സമയത്താണ് ഞങ്ങൾക്ക് മനസ്സിലായത് അങ്ങനത്തെ ഒരു ബോക്സിംഗ് വില്ലേജ് ഇവിടെ ഉണ്ട്, കേരളത്തിലുണ്ട്. അപ്പൊ അവിടെ 55 വർഷം ബോക്സിങ്ങിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത ഒരാളുണ്ട്, പുത്തലത്ത് രാഘവൻ എന്ന് പറഞ്ഞിട്ട്. ആളിപ്പോ മരിച്ചുപോയി. അപ്പൊ ആളുടെ കുറിച്ച് വായിച്ചപ്പോ ആളാണ് ആദ്യമായിട്ട് വനിതാ ബോക്സിംഗ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ വിവാഹം പോലും കഴിച്ചിട്ടില്ല. അത് ഹി സ്പെൻഡ് ഹിസ് ലൈഫ് ഫോർ ബോക്സിംഗ്. അപ്പോൾ കുറച്ചുകൂടെ ആളുകൾ അദ്ദേഹത്തെ കുറിച്ച് അറിയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഫാമിലിയുമായിട്ട് സംസാരിച്ച് റൈറ്റ്സ് വാങ്ങിയിട്ട് നമ്മൾ ആ കഥാപാത്രത്തെ ചെയ്തത്. പൂർണ്ണമായിട്ടും അദ്ദേഹത്തെ അല്ല പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത്, ഒരു 40% ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നത് കുട്ടേട്ടനാണ്. അപ്പൊ കുട്ടേട്ടനും ആന്റണിയും കൂടെ ഈ ഇടവേളകളിൽ ഒരു ആക്ടിംഗ് ക്ലാസ് നടത്താറുണ്ടായിരുന്നു. കുട്ടേട്ടൻ പറയുന്നു, ആന്റണി കേൾക്കുന്നു. അപ്പം ആ ആക്ടിംഗ് ക്ലാസ്സിനിടയിൽ ഞാൻ കേട്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ ആക്ഷൻ അഭിനയിച്ച് വലിപ്പിക്കാനാണ് ഏറ്റവും പാടെന്ന് കുട്ടേട്ടൻ പറഞ്ഞു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് ഒരാളെന്നെ ഇടിക്കുന്നു, ആ ഇടി കൊള്ളുന്നത് ഞാൻ ഭയങ്കര രസമായിട്ട് പെർഫോം ചെയ്താലേ, അല്ലെങ്കിൽ ഫീൽ ചെയ്ത് പെർഫോം ചെയ്താലേ പ്രേക്ഷകൻ അത് ഫീൽ ചെയ്യുള്ളൂ. അത് തിരിച്ച് നമ്മൾ ഇടിക്കുമ്പോൾ ഐഡിയലാ എന്ന് തോന്നത്തുള്ളൂ. അപ്പം ആക്ഷൻ പെർഫോം ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. ഇഫ് ആന്റണി ഈസ് ഗുഡ് ആക്ഷൻ, അയാൾ ഗംഭീര നടനാണ്. അതാണ് സത്യം.